ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ വീഡിയോയിൽ പി എസ് സി പഠനത്തെ കൺസിസ്റ്റൻസി എത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പി എസ് സി പഠിക്കാൻ തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷേ അതിനോടൊപ്പം കൺസിസ്റ്റൻ്റ് ആയി ഇരിക്കുക എന്നതാണ് ബുദ്ധിമുട്ട്. നമ്മളിൽ പലരും തുടക്കത്തിൽ അടിപൊളിയായി പഠിക്കും. തുടക്ക ദിവസങ്ങളിൽ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നന്നായി പഠിക്കും. പിന്നെ ദിവസങ്ങൾ കഴിയുന്തോറും പഠനം അലസതയിലേക്ക് എത്തും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഓരോ ദിവസവും സ്ഥിരതയോടെ പഠിക്കാമെന്നും അത് ദിവസവും 1-2 മണിക്കൂർ മാത്രം. എക്സ്ക്യൂസസ് ആയി പലരും പറയുന്ന പ്രശ്നങ്ങൾ ഒന്നിലേറെയാണ്. സമയം കിട്ടുന്നില്ല, പഠിക്കാൻ മനസ്സില്ല, വലിയ സിലബസാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് അറിയുന്നില്ല, മോട്ടിവേഷൻ കുറയുന്നു എന്നിങ്ങനെ പ്രശ്നങ്ങളുടെ ലിസ്റ്റ് നീണ്ടു പോകുന്നു. പ്രശ്നം എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക എന്നതാണ്. പഠനത്തിൽ കൺസിസ്റ്റൻസി നിലനിർത്താൻ ദിവസവും 2 മണിക്കൂർ വരെ നിർബന്ധമായും പഠിക്കണം. പിന്നെ ഒരു കാര്യം, ദിവസവും 8, 9, 12, 14 മണിക്കൂർ പഠിക്കുന്നവർ ഈ വീഡിയോ കാണേണ്ടതില്ല. പഠനത്തിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമാണ് ഈ വീഡിയോ. ഡെയിലി 2 മണിക്കൂർ പഠിക്കാൻ പറഞ്ഞല്ലോ, അതിനെ ചെറിയ ഭാഗങ്ങളാക്കി പഠിക്കാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇനി വീക്ക്ലി ടൈം ടേബിളാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക. ശനിയും ഞായറും റിവിഷൻ ഡേ ആയിട്ട് ഉപയോഗിക്കാം. ഞായറാഴ്ചകളിൽ PYQs ചെയ്തു നോക്കുക, അതേപോലെ MCQ ക്വസ്റ്റ്യൻസും ചെയ്തു നോക്കുക. മോട്ടിവേഷൻ നഷ്ടപ്പെടാതെ പഠിക്കാനുള്ള ടിപ്സാണ് ഇനി പറയുന്നത്. പഠിക്കാൻ തുടങ്ങിയാൽ ചുറ്റും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. ഫോൺ, യൂട്യൂബ്, ഫ്രണ്ട്സ് എന്നിങ്ങനെ പലതും. ആ ഡിസ്ട്രാക്ഷനിൽ നിന്നും റിക്കവർ ആകാൻ കുറച്ച് ഹാക്സ് പറയാം. ഒന്നാമത്തെ ടെക്നിക് പോമഡോറോ ടെക്നിക്. 25 മിനിറ്റ് നമ്മൾ ഫുൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആ ടൈമിൽ ഫോണ്, സോഷ്യൽ മീഡിയാസ് ഒന്നും ഉപയോഗിക്കരുത്. 25 മിനിറ്റ് ഫുൾ ഫോക്കസ് ചെയ്ത് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. രണ്ടാമത്തെ ടെക്നിക്കാണ് മിനി ടാർഗറ്റ്. പഠനത്തിൽ ചെറിയ ടാർഗറ്റ് കൊണ്ടുവരാം. ഇന്ന് ഒരു ടോപ്പിക് ആയാലും പഠിച്ചു തീർക്കണം എന്ന ഗോൾ വെക്കണം. ചെറിയ പ്ലാൻ വെച്ചാൽ കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ പറ്റും. മൂന്നാമത്തെ ടെക്നിക്കാണ് സ്റ്റഡി ട്രേസർ. ഓരോ ദിവസവും പഠിച്ചത് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ സിലബസിൽ ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്തു പോവുകയോ ചെയ്യുക. നാലാമത്തെ മെത്തേഡാണ് ഗ്രൂപ്പ് സ്റ്റഡി. ചിലർക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, മറ്റ് ചിലർക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നത് ബോറായി തോന്നും. അങ്ങനെയുള്ളവർക്ക് ഗ്രൂപ്പ് സ്റ്റഡി ഹെൽപ്ഫുൾ ആകും. നമ്മൾ PSC പഠിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ ദിവസം പഠിച്ചു, 2-ാം ദിവസവും പഠിച്ചു, 3-ാം ദിവസവും പഠനം തുടരുന്നു. ശേഷം PYQ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് കരുതുക. ആദ്യം നമ്മൾ ചെയ്തു നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 25-ന് മുകളിൽ മാർക്ക് കിട്ടുന്നില്ല. പിന്നെയും തുടർച്ചയായ 3 ദിവസം പഠിച്ചതിന് ശേഷം PYQ ചെയ്തു നോക്കി. മാർക്കിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായി പഠിക്കാൻ തുടങ്ങിയാൽ അത് നമ്മുടെ പഠനത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്നത് വളരെ വലുതായിരിക്കും. അവിടെ നിന്നാണ് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പോകുന്നത്. 1-2 ദിവസം പഠിക്കുമ്പോഴല്ല, മറിച്ച് കൺസിസ്റ്റൻ്റായി എല്ലാ ദിവസവും പഠനത്തിനായി സമയം മാറ്റിവെക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. PSC പഠനം എന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് റിസൾട്ട് തരുന്നതല്ല, മറിച്ച് നമ്മൾ എത്രത്തോളം ഇവിടെ കൺസിസ്റ്റൻ്റായി നിൽക്കുന്നുവോ അത്രയും വേഗം നമ്മൾ വിജയത്തിലേക്ക് എത്തും. നമ്മുടെ മനസ്സിൽ ശക്തവും വ്യക്തവുമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായും കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ നമുക്ക് കഴിയും. കൺസിസ്റ്റൻസി നിലനിർത്താൻ ഓരോ ദിവസവും നമ്മൾ ചെറിയ ഗോൾ അല്ലെങ്കിൽ ചെറിയ ടാർഗറ്റാണ് വെക്കേണ്ടത്. ആ ടാർഗറ്റുകൾ ആ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഇങ്ങനെ പഠനം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഈ ഗ്രാഫ് താഴോട്ടോ മുകളിലോട്ടോ പോകാം. അതുകൊണ്ട് നമ്മുടെ ഗ്രാഫ് ഒരിക്കലും താഴോട്ട് പോകാൻ അനുവദിക്കരുത്. എപ്പോഴും മുകളിലോട്ട് പോകാൻ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസി 100% ഉണ്ടാകണമെന്ന് വാശി പിടിക്കുകയും അരുത്. ഇടയ്ക്കൊക്കെ ഗ്രാഫിൽ ഒരു താഴ്ച വന്നാലും അത് ഉൾക്കൊണ്ടുകൊണ്ട് കറക്ഷൻ ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. നമ്മുടെ പഠനത്തിൽ കൺസിസ്റ്റൻസി മുറുകെ പിടിക്കാൻ വേണ്ട 5 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം
വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആദ്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്യുക. പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഏത് റാങ്കിലേക്ക് എത്തണം എന്ന വ്യക്തമായ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് നിങ്ങൾക്ക് ഈ ജോലി എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ട്രോങ് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ പഠനം തുടർന്നോളൂ. നിങ്ങൾ നിശ്ചയമായും വിജയത്തിലേക്ക് എത്തിയിരിക്കും. മൂന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ലക്ഷ്യമായ ഗവൺമെൻറ് ജോലി നേടുക എന്ന സ്വപ്നം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്നിവരോടൊക്കെ ഷെയർ ചെയ്യുക എന്നതാണ്. ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിലൂടെ അത് നിങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറാൻ ചാൻസ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ നിങ്ങൾ നിർബന്ധിതനാവുകയും ചെയ്യും. പലരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുമെന്ന ബോധ്യം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. അവരുടെ ചോദ്യങ്ങളെ ഭയന്ന് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. നാലാമത്തെ കാര്യമാണ് പ്രോഗ്രസ് ഇവാലുവേഷൻ. പഠനം തുടരുന്നതിനനുസരിച്ച് നമ്മുടെ നിലവാരം മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തു കൊണ്ടിരിക്കുക. അതിനായി PYQ, MCQ എന്നിവ ചെയ്തു നോക്കാവുന്നതാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് കൺസിസ്റ്റൻ്റായി പഠിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കും. അഞ്ചാമത്തെ കാര്യം, സ്വയം അഭിനന്ദിക്കുക. നിങ്ങളുടെ ഓരോ വിജയത്തിലും നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കുക. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ തരുന്നതല്ല എന്ന് തോന്നുന്ന നിമിഷം തന്നെ പഠനത്തിൻ്റെ മെത്തേഡ് മാറ്റുക. പക്ഷേ അവിടെ പഠനം നിർത്തരുത്. പഠനത്തിൻ്റെ മെത്തേഡ് മാത്രമാണ് മാറ്റേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പഠനം തുടങ്ങുക എന്നതാണ്. അത് നാളെയല്ല, ഇന്ന് തന്നെ തുടങ്ങുക. പിന്നെ നോക്കാം, മാറ്റം വരുത്താം, നാളെ പഠിക്കാം എന്നൊക്കെ പറയുമ്പോൾ സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് പഠനം തുടങ്ങുമല്ലോ അല്ലേ? ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.